പ്രപ്പോസലൊക്കെ ഏകദേശം ഓക്കെ പോലെയാണ്. ചെക്കൻ്റെ ഫോട്ടോ കാണുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. എൻ്റെ പാരൻസ് എനിക്ക് നല്ല പ്രപ്പോസലല്ലേ കമൻറ്റ് ചെയ്യുള്ളൂ. ഞാൻ പുള്ളിയുടെ അമ്മയായിട്ട് സംസാരിച്ചു. സച്ച് എ സ്വീറ്റ് ലേഡി. പുള്ളിക്കാരി ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. അതിനു വേണ്ടി ഇറങ്ങിയതാ. സിദ്ധാർത്ഥ് അല്ല, JV സിദ്ധാർത്ഥ്. ഗൗരി, ലക്ഷ്മി അല്ലേ? കേറിക്കോ. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാനിവിടെ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തു. ഓക്കെ. ഹസ്ബൻഡ് US-ലാണ്. ലക്ഷ്മിക്ക് ഇതിനു മുന്നേ വല്ല അഫെയർ ഉണ്ടായിട്ടുണ്ടോ? ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. പൊസസീവ്നെസ് തലയ്ക്ക് പിടിച്ചൊരുത്തൻ. പിന്നെ അതങ്ങ് നിന്നുപോയി. അവനാണെങ്കിൽ ഒടുക്കത്തെ പഞ്ചാരടിയും. ഞാനാണെങ്കിൽ തീരെ ഭയങ്കരല്ലാണ്ടായി പോയി. എനിക്കാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയും ആയിരുന്നു കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. ബിറ്റ്വീൻ നമ്മുടെ കഥാനായകന് വല്ല ലവ് സ്റ്റോറി ഉണ്ടോ? 2011 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽസ്. എടാ, എന്നാലും നീ ധോണി വന്നപ്പോൾ നീ ഫോൺ നോക്കിയിരിപ്പുണ്ടായിരുന്നല്ലോ, എന്താ പരിപാടി? ഞാൻ നാളെ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ പോവാം. അവളോടാ? അവളോടാ? ആരോട്? ഓ എടാ, ട്യൂഷൻ ക്ലാസ്സിലുള്ള ഐശ്വര്യയില്ലേ? എടാ, നിന്റെ സ്കൂളിൽ പഠിക്കുന്ന ഐശ്വര്യ. ഐശ്വര്യേ? എടാ, നീ എന്താണ് ഈ പറയണത്? അവളാണെങ്കിൽ ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്. ഇവനാ? എടാ, ഞാൻ ക്രിക്കറ്റൊക്കെ കളിക്കില്ല. അതിന് എന്നാലും ധോണി അന്യായ അടിയായിരുന്നു. അവള് താഴെ കടയുടെ അവിടെ നിൽപ്പുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നീ പേടി കളഞ്ഞ് ധൈര്യത്തോടൊന്ന് പോയി ചെന്ന് സംസാരിക്കും. ചെല്ല്. ഇന്നലെ രാത്രി ഞാൻ ഫോണിൽ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ ഇങ്ങനെ പേടിക്കരുത്, നല്ല ധൈര്യത്തോടെ ചെന്ന് പറയണം, കേട്ടല്ലോ? എടാ, നീ ശരിക്കും പറയാൻ പോണ? നീ ഒന്നും മിണ്ടായിരിക്കും, അവൻ പറഞ്ഞോളും. ഓ അയ്യോ, എന്താ? ഞാൻ പോയി ശരിയാവില്ല. നീ ഇപ്പഴല്ലെങ്കിൽ പിന്നെ എപ്പോ നിന്ന് പറയാനാ? ചെന്ന് പറ. പിന്നെ എന്തിനാ നിന്നെ ഇത്ര നിന്ന് മോട്ടിവേറ്റ് ചെയ്തേ? പോ പോ. എന്നാ ഇങ്ങനെ ചെയ്താൽ മതി, ആൻസർ കിട്ടിക്കോളും. ക്ലാസ്സിൽ എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു. എന്നാ നീ പോയിക്കോ, ഞാൻ വരാം. ഐശ്വര്യ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറേ നാളെ പറയണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തന്നെ അയ്യോ
അപ്പോഴേ പറഞ്ഞല്ലടാ പറ്റിയ പണിക്ക് പോയത്. ഇത് പോട്ടെ, കുഴപ്പമില്ല, സാറില്ല, ഇത് സ്വാഭാവികം. ഡാ, 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 ഡാ. എന്താടാ എന്താ പോയെ പോടാ. എന്തായി? ഞാനത് പറഞ്ഞു, പക്ഷെ സൈക്കിള് കയ്യിൽ നിന്ന് പോയി. അതൊന്നും കുഴപ്പമില്ല, നീ പോയി റിപ്ലൈ ചോദിക്ക്. പോ. ദേടാ കരീസ്മിൽ വീട്ടിവിട്ടായിട്ട് ഞാൻ ഏതാണ് കൊള്ളാലവൻ. അവൻ്റെ വാച്ച്, ആടാ സിദ്ധാർത്ഥ നമ്പറായി. അവൻ്റെ കരീസ്മ. സിദ്ധാർത്ഥ നീ തീർന്നടാ. കലിപ്പിടുന്നവൻ. ഡാ, നീ ഇതെവിടെയായിരുന്നു? നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? അവന്മാർ പറഞ്ഞു ശരിയാടോ, എനിക്ക് പറ്റിയൊരു പെണ്ണല്ല അവൾ. ഡാ, നീ പേടിക്കാതിരിക്കെ. ചിലപ്പോൾ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടുമ്പോൾ നീ കുറച്ചുകൂടെ മെച്യൂർഡാവും. നിന്റെ പ്രശ്നമൊക്കെ തീരും. നീ ധൈര്യമായിട്ടിരിക്കെ. യോ, അച്ഛൻ വരാറായി. ഞാനെന്നാ ചെല്ലട്ടെ, കാണാം. സിദ്ധാർത്ഥ് അല്ലേ? അതെ. ഞാൻ ഹരി. എൻ്റെ ഓവറിലാണ് ഇന്റർ സ്കൂൾ ടൂർണമെന്റിൽ ചേട്ടൻ 3-4 6 അടിച്ചത്. ധോണി ഫാനാണോ? അല്ല, ഗസ്റ്ററാ കണ്ടിട്ട് അങ്ങനെ തോന്നി. ഞാൻ ഹരി. ഞാൻ സിദ്ധുവും സ്പോർട്സ് കോട്ടയിലാണ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചത്. സിദ്ധാർത്ഥ് കട്ട ധോണി ഫാൻ ആയിരുന്നല്ലേ? ധോണി ഫാൻ ആണോന്നോ? ധോണി ടെസ്റ്റ് നിർത്തിയപ്പോൾ കളിയാണല്ലേ നിർത്തിയാനവൻ. മുടി വളർത്തിയ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. നല്ല അസല് ബംഗാളി ലുക്കായിരുന്നു. എഡ്ജ് കൊണ്ടുപോയടാ, അല്ലെങ്കിൽ 6 ആയിരുന്നു. 2 മിനിറ്റ് ഇപ്പൊ വരാം. അതൊക്കെ സെറ്റാക്കാന്നേ, നമ്മളല്ലേ വരിക്കുന്നേ. ഒന്നുമില്ല, ഇവിടെ പറഞ്ഞ അതാരാ? അത് പൂവൻ, സോറി പവൻ. ഞങ്ങൾ 3 ഒരേ ഹോസ്റ്റലിലായിരുന്നു. എന്താ പരിപാടി? ഞാനൊരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 3 വർഷമായി ഞാനിപ്പോൾ തൻ്റെ പുറകെ കിടക്കണു. എഴുതുന്ന സബ്ജക്റ്റിൻ്റെ എണ്ണം കൂടുന്നല്ലാണ്ട് ലൈഫിന് ഇപ്പോൾ വലിയ രസമില്ല. ഐശ്വര്യക്ക് പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തതെന്ന്? സിദ്ധാർത്ഥ്, എനിക്ക് നിന്നോട് അങ്ങനെ ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല. നീ അത് മനസ്സിലാക്കണം. ഇന്നത്തെ കുട്ടിയും കോലം കഴിഞ്ഞ കുട്ടിങ്ങോലോ? അല്ല, ക്രിക്കറ്റ്. ഇവന് വല്ല പ്രാന്തണ്ട. 3 കൊല്ലമൊക്കെ ഒരു പെണ്ണിൻ്റെ പുറകെ. അതൊക്കെ നമ്മൾ ഒന്നിനെ നോക്കും വിടും, നോക്കും വിടും. ഇങ്ങനെ സ്ഥിരമായിട്ട് എവിടെയും കറങ്ങി നടക്കാറില്ല. കോഴികളൊക്കെ അങ്ങനെ ആയിരിക്കും. കോഴികളായോണ്ടല്ല. എടാ, ഇതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട്. ഓ, അവൻ മണ്ടനാ. അവൻ ഇങ്ങനത്തെ കെണിയിലൊക്കെ ചെന്ന് ചാടും. നമ്മൾ ഹലോ, എവിടെയായിരുന്നടി? കളിച്ചോണ്ടിരിക്കായിരുന്നു. ഹലോ, ഇത് സിദ്ധാർത്ഥ്, എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു. ഹലോ. ഹായ്. ഇത് കാതറിൻ, എൻ്റെ റൂംമേറ്റാ. ഞാൻ പവൻ. ഞങ്ങൾ പൂവൻ എന്നും വിളിക്കും. ഞാനിവിടെ മഹാരാഷ്ട്രയിലെ കേസിൻ്റെ ചെയർമാൻ. പിന്നെ ഇത് ഹരി, എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു. ട്യൂഷൻ ക്ലാസ്സാ? സംസാരിക്കുകയാണോ? ഞാൻ അത്യാവശ്യമായിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് വരാം. എന്നാൽ കുഴപ്പമില്ലടി, ഞാനും വരാം. പോട്ടെ എന്നാ. ഇങ്ങനെ മുടി വളർത്തിയാൽ ചൊറിയൂലേ? എനിക്ക് ചൊറിയില്ല, പക്ഷെ നാട്ടുകാർക്ക് അറിയും. നോക്കിയല്ല. എടാ, നാണമില്ലടാ നിനക്ക്? 3 കൊല്ലം ഒരു പെണ്ണിൻ്റെ പുറകെ മണപ്പിച്ചെടുക്കാനായിട്ട്. എനിക്ക് നാണമൊന്നുമില്ല. ഇവൻ തല്ലേ ഉള്ളൂ. ഹലോ സിദ്ധു, രാവിലെ ഞാൻ കുറച്ച് അരഗൻ്റായിട്ട് സംസാരിച്ചു പോയി. സോറി. ഇറ്റ്സ് ഓക്കെ.
സിധു, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. പിന്നെ ഞാൻ പാരൻസിൻ്റെ അടുത്തേക്ക് പോവുക. 1 മാസം കഴിഞ്ഞേ തിരിച്ചു വരൂ. ഓ ഓക്കെ. ആ പിന്നെ ഞാനൊരു ഫോട്ടോ മെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഹാ ശരി, ബൈ. ഒരു മാസത്തിന് ശേഷം. ഫ്രണ്ടെങ്കിൽ ഫ്രണ്ട്. നീ അങ്ങനെങ്കിലും അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ നോക്ക്. നാളെയല്ലേ അവളെ കാണാൻ പോകുന്നേ. ആ പിന്നെ നീ ഒറ്റയ്ക്ക് പോയാ മതി. നിന്റെ മണ്ട കൂട്ടുകാരെ ഒന്നും കൂടെ കൂട്ടണ്ട, കേട്ടല്ലോ? അല്ല, പുതിയ ലുക്കൊക്കെ കൊള്ളാലോ. എന്താണ് താടിയൊക്കെ വെച്ചിട്ട് ഗബ്ബർ സിംഗ് അവളെ വേണോ? ഗബ്ബർ സിംഗ് ആ മറ്റേ ബോൾ അറിയാണല്ലോടാ. ഹർഭജൻ സിംഗ്. ഹായ്. മുടി എന്തേ? അതൊക്കെ പോയി വെട്ടിക്കളഞ്ഞു. എടോ അവളെന്തി? വിരലുകൾ കോർത്തിതാ പിണഞ്ഞു നാം, പകലുകൾ നീന്തി നാം ഇതുവഴി ഒഴുകിയും തഴുകിയും പ്രകാശമാ നിറമിഴും നൗകയായി അകലവേ അന്നു പാടാൻ മറന്നൊരീണം തരാമിനി ഞാൻ പൊന്തിടമ്പിൻ്റെ അഴികൾ നീ നിറയും ശലഭം മുനക്കണ്ണിനിതളേ നീ പൊതിയും വെൺകാർമുകിലായി പ്രാണനിൽ ചേരുമാത്മാവിലെരിയും തിരിയേ ഇനിയൊരു ജന്മമെൻ്റെ ഉള്ളിലേതോ കോണിൽ വഴിമരമായി നീ എന്നെന്നും. ഐശ്വര്യ, താൻ നാളത്തെ കലോത്സവത്തിനുണ്ടോ? ഫ്രണ്ട്സൊക്കെ പോവാണെങ്കിൽ പോവും. ആണല്ലേ. സിധു പോകുന്നുണ്ടോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലല്ലോ. എൻ്റെ പുറകെ നടന്ന ടൈം കളയുന്നതിന് പകരം എഞ്ചിനീയറിംഗ് പഠിച്ച് നല്ലൊരു എഞ്ചിനീയർ ആയിക്കൂടെ? എന്നാൽ ഭാവിയിൽ എഞ്ചിനീയർ ആകുമ്പോൾ ആളുടെ രസം പറഞ്ഞൂടെ? സിധു സ്റ്റോപ്പ് ഇറ്റ്. ഏ പോയി കാറ്റഗറി കാര്യം അറിയോ? ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആരോടൊരു ഇത് തോന്നിയിട്ടില്ല. ഇതോ? ആ ഇതല്ല, തനിക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഒപ്പം നടക്കണ ഹരിയില്ലേ, അയാൾ സിംഗിളാണോ? അവൻ്റെ കാര്യം നീ അന്വേഷിക്കണം. ഹരി കമ്മിറ്റണം. ഈ പ്രണയം പെണ്ണിനോടല്ല ഇരുമ്പിനോടാണെന്ന് പറഞ്ഞ ടീമില്ലേ, അതാണ് അവൻ. അവൻ്റെ കാര്യം നീ അന്വേഷിക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അറിയാം. പോവാ. സിദ്ധുവിൻ്റെ എനിക്കറിഞ്ഞൂടാ. അറിയില്ല. അങ്ങോട്ടേക്ക് പോയി. ആ അല്ല ജംഗ്ഷനിലോട്ടല്ലേ? അല്ല വേഗം പൊക്കോ. പോട്ടാണോ? ഇടയ്ക്കൊക്കെ ഇത്രയോട് തീർന്നോ? പിന്നെന്തൊക്കെയുണ്ട്? അങ്ങനെ ചുമ്മാ മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ടുപോയി. പറ. ഇവനാള് തെറ്റായി. ഇനിയിപ്പോ ഇവരൊന്നും നോക്കാനല്ല. എന്നാലും എനിക്ക് എന്താണ് ഒരു കുറവ്? കഴിച്ച എന്തുവാടി? എന്താണ് ഇരുമ്പിനെയൊക്കെ ഒഴിവാക്കിയാ? പോടാ. എടാ വണ്ടിയുടെ താക്കോലൊന്ന് തരും, അവളെ കാണാൻ പോവാനാ. താങ്ക്സ് ഡാ. ഓക്കെ ബൈ. ഓക്കെ.
അന്നാണ് അവളെ അവൻ അവസാനമായിട്ട് കണ്ടത്. അതിനുശേഷം അവൾ പഠിത്തം നിർത്തി, കോഴ്സ് നിർത്തി, അവളുടെ വഴിക്ക് പോയി. ഇവനൊരു ഡിപ്രസ് സ്റ്റേജിലായിരുന്നു കഴിഞ്ഞിട്ട്. ഇത്ര നാൾ നടന്നിട്ടും ആക്സെപ്റ്റ് ചെയ്തില്ലേ? തേച്ചൊട്ടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവളിപ്പോൾ എബ്രോഡ് കണ്ട ഒരു കോണ്ടാക്റ്റിൽ അവളെ പറ്റി. എബ്രോഡ് അവള് നല്ല സുഖമായിട്ട് ജീവിക്കാന്നാ കേട്ടെ. പാവം അവൻ ഇപ്പോഴാ വിഷമം അങ്ങോട്ട് മാറിയിട്ടില്ല. എപ്പോഴാ അവനെ കാണാൻ പറ്റുക? എന്ത് കയറ്റി തന്ന കാര്യം നീ പറയണേ? ഒരു മാർക്ക് പോലും കയറ്റി തരില്ല. ഇല്ലില്ല എടാ, പഠിക്കണ സമയത്ത് ഈ രാഷ്ട്രീയം കളിച്ച് പെണ്ണുങ്ങളെ പുറകെ നടക്കണമല്ല. പഠിക്കണ സമയത്ത് പഠിക്കണമായിരുന്നു. ഞാനൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ നിന്നെയൊക്കെ പഠിപ്പിക്കണ ലെവലിൽ എത്തിയത്, മനസ്സിലായോ? അതെ മോളെ അകളറിയോ? കോഴിയാണ്. ചുമ്മാ ഹായ്. ആ ഇത് സിദ്ധു. എന്താണ്? ഹൈ ഏയ് എന്താണ്? ഹൈ അങ്കിളറിയോ? എടാ, ഇത്രയും നാള് നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നു. ഇനിയെങ്കിലും ഞങ്ങളും നിന്റെ വീട്ടുകാരും പറയണത് കേട്ടെന്ന് നടക്ക്. വളരെ നല്ല കാര്യം. അങ്ങനെ പറഞ്ഞു കൊടുക്കും. എത്ര നാളായി ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ പേരും പറഞ്ഞു. എത്ര കാലായി? അവളൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഞങ്ങളെ കണ്ട് പഠിക്കും. സിദ്ധു, അവൾ എൻ്റെ ഒപ്പം കോളേജിൽ പഠിച്ചതാ. അവളിപ്പോ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. അത്ര ഉള്ളടാ അവള്. നിനക്ക് മൂവ് ഓൺ ചെയ്തൂടെ? നിനക്ക് വേണ്ടി ഞങ്ങളൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. അവളതാ അവിടെ നിപ്പുണ്ട്. ഞങ്ങൾക്കും നിന്റെ വീട്ടുകാർക്കും അവളെ ഇഷ്ടമായി. ഇനി നീ ഒന്ന് ചെന്ന് കാണും. ചെല്ല്. ഒന്ന് പോയടാ. ഞാനിപ്പോൾ നടക്കുന്നത് എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച കുട്ടിയുടെ മുന്നിലേക്കാണ്. ഒന്നോർത്താ എല്ലാ ബോയ്സിനും ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. ഇതെങ്കിലും ഒരു ഹാപ്പി എൻഡിങ് ആയി മതിയായിരുന്നല്ലേ? കല്യാണത്തിന് മുമ്പ് ഒരു പ്രേമം ഉണ്ടാവുന്നു, പിന്നെ അത് പൊട്ടുന്നു. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ തേപ്പ് കിട്ടും. പക്ഷേ എന്നെ തെറ്റിയ ഐശ്വര്യമല്ല, വിധിയാണ്. എൻ്റെ കൂട്ടുകാർ പറഞ്ഞ കഥ കേട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന പെണ്ണോട് ഞാൻ പറയാൻ പോകും ഇത്രയും കാലം ഞാൻ ആരോടും പറയാത്ത കുറച്ച് കാര്യങ്ങൾ. എൻ്റെ കഥയിലെ വില്ലൻ ഐശ്വര്യമല്ല, വിധിയായിരുന്നുവെന്ന്. അന്നൊരു കലോത്സവ ദിവസം രാത്രി ഞാൻ അവളെ കാണാൻ പോയപ്പോൾ എങ്ങോട്ടാ? കലോത്സവം കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോകാൻ നിൽക്കുക. വാ കയറി, ഞാൻ കൊണ്ടാക്കാം. ഇല്ല സാരില്ല, ഞാൻ പൊക്കോളാം. ഇങ്ങോട്ട് കയറാൻ. പോവാം. ഒരു ചോര. വാ ഹോസ്പിറ്റലിൽ പോവാം. സിദ്ധു, ഇറ്റ്സ് ഫ്രീക്വൻറ്റ്. എനിക്ക് ജനിച്ചപ്പോൾ തൊട്ടുള്ള റെസ്പിറേറ്ററി ഡിസീസാണ്. ക്യാൻസർ പോലെയാണ്. ഇതിനങ്ങനെ ക്യൂറൊന്നുമില്ല. എനിക്കിനി കുറച്ച് നാളും കൂടിയുള്ളൂ ഈ ജീവിതം. സോറി സിദ്ധു. സിദ്ധു, എനിക്കറിയാം നീ എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് എന്നെക്കുറിച്ച് ആലോചിച്ച്. എൻ്റെ പേരൻസ്, ചേട്ടൻ, എല്ലാവരും സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നുപോയാലും എനിക്ക് ആരുടെയും സിമ്പതി വേണ്ട സിദ്ധു. ഇതൊന്നും നീ ആരോടും പറയരുത്. നീ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സിദ്ധാർത്ഥും ഐശ്വര്യയും എന്നൊരു കാര്യം പഠിപ്പിച്ചു. പ്രേമം അന്നും എന്നും എന്നും ഭയങ്കര. ലവ് ഇസ് സ്ട്രേഞ്ച്. ലക്ഷ്മിയെ കണ്ടിട്ട് എന്തായി? പ്രത്യേകിച്ചൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് മൈ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്.
എന്നൊരു ഡ്രൈവിന് കൊണ്ടുപോകുമോ? ഈ അവസ്ഥയിൽ എങ്ങനെയാടോ? സിദ്ധു, നീ ലക്ഷ്മിയെ ആക്സെപ്റ്റ് ചെയ്യണം. അത് നിന്റെ പാരൻസിനോ ഫ്രണ്ട്സിനോ ഒന്നും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. എന്ത് രസമാണ് സിദ്ധു ഈ കാറ്റും മരങ്ങളും ഒക്കെ. എനിക്കിനി അതൊന്നും കാണാൻ പറ്റില്ലല്ലോ. സാരമില്ലടാ, ഞാനിനി എല്ലാം കണ്ടോളാം നിന്റെ മിഴിയിൽ നിന്നും.